ഈ ഭാരതത്തിലുള്ള എല്ലാവരും നമ്മുടെ സഭ, പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനത്തിൽ ഈ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിലേക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിലെ സഭ മെട്രോപൊളിറ്റൻ സിറ്റീസിലല്ല, ഭാരതത്തിലെ സഭ അതിൻ്റെ ഗ്രാമങ്ങളിലാണ്. ഈ ഗ്രാമങ്ങളിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വന്നിരിക്കുന്ന കൊച്ചുങ്ങളോടൊക്കെ ചോദിച്ചാൽ പറയും അവരുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്. കാടിനകത്തുള്ള പള്ളികൾ, നമ്മൾ പറയും ആഫ്രിക്കയിലാണോ, ഇല്ല, ഇന്ത്യയിലെ സഭ അങ്ങനെയാണ്. ഇപ്പം ജാംഷഡ്പൂർ ഡയസ് ഒരു ഉദാഹരണം പറഞ്ഞു, അവർക്ക് 80 സ്റ്റേഷൻസ് കാടിന് അകത്താണ്. ഈ കാടിനകത്ത് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ഓഫ് റോഡിൽ കൂടി പോകണം. ഞാൻ ഈ ഓഫ് റോഡിൽ പോയിട്ട് എനിക്ക് നടുവേദന വന്നു, കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് നടക്കണം. നടന്ന് ചെല്ലുമ്പോൾ, നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു സജീവമായ ക്രൈസ്തവ സമൂഹത്തെയാണ്. അവർ യേശുവിന് വേണ്ടി ദാഹിക്കുന്നു. അപ്പോൾ അവിടെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ട്, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാരുണ്ട്. അവരൊക്കെയാണ് വിശുദ്ധർ, ഭാരത സഭയിലെ അറിയപ്പെടാത്ത വിശുദ്ധർ. അവരൊന്നും ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഞാനൊരിക്കലും ജൊവായ് ഡയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘാലയയിലെ ഒരു രൂപതയാണ്. അവിടെ നമുക്ക് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത് ഖാസി, പനാർ, വാർ ട്രൈബുകളാണ്. ഈ വാർ ട്രൈബ് അത് ബംഗ്ലാദേശിലേക്കും സ്പ്രെഡ് ചെയ്യിക്കുന്ന ഒരു ട്രൈബാണ്, ഒരു ഗോത്രവർഗമാണ്. അവരുടെ ഒരു വില്ലേജിലെ പാരിഷിൽ പോയി. അന്നത്തെ അവിടുത്തെ ബിഷപ്പ്, ഇന്നത്തെ ഷിലോങ്ങിലെ ആർച്ച് ബിഷപ്പ് വിക്ടർ ലിൻഡോക്കാണ്. വിക്ടർ ലിൻഡോക്ക് ജൊവായ് ബിഷപ്പാണ്. അപ്പോൾ ബിഷപ്പിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചിങ്ങനെ വില്ലേജ് പാരിഷുകൾ അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമത്തിലുള്ള, അപ്പോൾ അങ്ങനെ 1-2 പാരിഷ് കൊണ്ടുപോയപ്പോൾ, ഒരു പാരിഷിൽ കൊണ്ടുപോയപ്പോൾ അവിടെ എല്ലാം പള്ളി വൈക്കോല് കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്. പള്ളിയുടെ മതിൽ ഈ ബാമ്പു മുള കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ പിന്നെ വികാരിയച്ഛൻ്റെ മുറിയിലേക്ക് പോയി. വികാരിയച്ഛൻ്റെ വീടും വികാരിയച്ഛൻ താമസിക്കുന്നതും വൈക്കോല് കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ്. ആ ബാമ്പു കൊണ്ട് മുള കൊണ്ടുള്ള മറച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വരുന്ന സ്ഥിതിയാണ്, കാരണം ഭയങ്കര വിഷമം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ എന്തെങ്കിലും പൈസ സ്വരൂപിച്ച് തരാം, അച്ഛനൊരു നല്ലൊരു ഇത്. കാരണം ഞാൻ അന്ന് ചെല്ലുന്നത് ഒരു സമ്മർ കാലഘട്ടം, ഒരു വേനൽ കാലഘട്ടമാണ് ഭാരതത്തിൽ. അപ്പോൾ നമ്മളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ 42, പക്ഷേ അവിടെ അന്നത്തെ ടെമ്പറേച്ചർ ബിലോ 10 ആണ്. അപ്പോൾ ചില്ലാണ്. അപ്പോൾ തണുപ്പ് കാലത്ത് എന്തിരിച്ചു. അപ്പോൾ എനിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ 2-3 സ്വട്ടറൊക്കെ ഇട്ടാണ് ഈ അച്ഛൻ്റെ മേടക്കകത്തിരിക്കും. അപ്പോൾ ഞാൻ അച്ഛനോട്, അച്ഛൻ ഞാൻ എന്തെങ്കിലും പൈസയൊക്കെ സ്വരൂപിച്ച് തരാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, സ്റ്റീവൻ പുറത്തേക്ക് വാ. സ്റ്റീവനച്ഛൻ പുറത്തേക്ക് വാങ്ങും. പുറത്തേക്ക് കൊണ്ടിട്ട് എന്നെ കാണിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ മരങ്ങളുടെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വീടുകളുണ്ട്, എല്ലാം ഈ വൈക്കോല് കൊണ്ടുള്ള വീടുകൾ. ആ വൈക്കോല് കൊണ്ടുള്ള വീടുകൾ, ബാമ്പുകൾ. ഞങ്ങളുടെ ആളെല്ലാം ഇങ്ങനെയാണ്. എനിക്കത് മതി, ഞാൻ സന്തോഷവും എൻ്റെ ആളുകൾ സന്തോഷം. അതിനുശേഷം തിരിച്ച് ജീപ്പിൽ ബിഷപ്പ് വിക്ടർ ലിൻഡോക്കിനൊപ്പം തിരിച്ചു പോരുമ്പോൾ പിതാവ് പറഞ്ഞു, ഈ അച്ഛൻ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വലിയൊരു സമ്പന്ന കുടുംബത്തിലുള്ള അച്ഛനാണ്. അദ്ദേഹം വളരെ എല്ലാം ചെറുപ്പത്തിൽ ആസ്വദിച്ചാണ്. വലിയ നല്ല സ്കൂളിൽ പഠിച്ചു, സമ്പന്നമായ ചുറ്റുപാടിൽ വന്നു. പക്ഷെ അദ്ദേഹം ഈ ഒരു ഗ്രാമത്തിൽ പോയി വൈക്കോലുള്ള ഒരു പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ സ്ഥലമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി. അവരൊക്കെയാണ് ഭാരത സഭയിൽ അറിയപ്പെടാത്ത വിശുദ്ധർ. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ നമുക്കൊരു കടമയുണ്ട്. അതാണ് പറഞ്ഞത്, കമ്മ്യൂണിയോ ഒരു ഫാമിലിയാണ്. എനിക്കതെൻ്റെ ബ്രദറാണെന്ന് തോന്നണം, എനിക്കതെൻ്റെ സിസ്റ്ററാണെന്ന് തോന്നണം. ആ ഒരു വലിയ ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നുദ്ദേശിച്ചാണ് നമ്മൾ കമ്മ്യൂണിയെ തുടങ്ങിയത്. അപ്പോൾ കമ്മ്യൂണിയെ തുടങ്ങി ഭാരതത്തിലെ മിഷൻ പ്രവർത്തകർ പലപ്പോഴും ഫോറിൻ ഫണ്ടുകളെ ആശ്രയിക്കും. എന്തിനും നമ്മൾ ഫോറിൻ നമുക്ക് നമ്മളെ തന്നെ അവിടെ ഞാനൊരു 10 പൈസ, അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് ഞാനൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ ഈ ലൗണ്ടറിയിൽ, മെക്കനൈസ്ഡ് ലൗണ്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഡൽഹിയിൽ. അപ്പോൾ എന്നോട് വളരെ ഡിവോട്ടറായിട്ടുള്ള ഒരു എൽഡർലി ലേഡി. അപ്പോൾ ഞാൻ 5 ദിവസം വർക്ക് ചെയ്യുന്നത് എൻ്റെ ഫാമിലിക്കും, ഞായറാഴ്ച അവധി, ശനിയാഴ്ചത്തത് സഭയുടെ മിഷനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ലൗണ്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്നത് സാധാരണ ബിലോ സാധാരണ ഒരു 4th ക്ലാസ് എംപ്ലോയി എന്നൊക്കെ പറയാം. അപ്പോൾ അവർക്ക് പോലും ഒരു മിഷൻ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ നമുക്ക് അവരെ സഹായിക്കും. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ ഭാരത സഭയെ ഒരു സെൽഫ് സഫിഷ്യൻസി, മിഷൻ പ്രവർത്തനങ്ങളിൽ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു ചിന്തയോടു കൂടിയാണ് 2017 ഭാരതത്തിലെ മെത്രാന്മാരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് കമ്മ്യൂണിയോ എന്ന ഒരു ആശയം രൂപീകരിക്കും. ഇതൊരു ഫണ്ടിങ് ഏജൻസിയാണോ? അതെ. അന്നൊരു ഫണ്ടിങ് ഏജൻസിയാണ് അല്ല, കാരണം ഇതൊരു മിഷൻ സ്പിരിറ്റ്. പിന്നെ 2013 പോപ്പ് ഫ്രാൻസിസ് നമുക്കൊരു നല്ലൊരു ഡോക്യുമെൻ്റ് നൽകുന്നുണ്ട്, എവാഞ്ചലി ഗൗതിയം, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്, എല്ലാവരും മിഷണറിമാരാണ്, മിഷണറി ഡിസൈപ്പിൾസുമാണ്. നമ്മൾ മിഷണറിമാർ മാത്രമല്ല, യേശുവിൻ്റെ പാദാതിൽ ഇരുന്നു കൊണ്ട് മിഷൻ അനുഭവിക്കുന്നവരും അത് പഠിക്കുന്നവരുമാണ്. ആ ഒരു കോൺസെപ്റ്റ് കൂടി ഡെവലപ്പ് ചെയ്ത നമ്മൾ കമ്മ്യൂണിയോ മിഷൻ പ്രയർ സോളിഡാരിറ്റി, മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി എക്സ്പ്രസ് ചെയ്യുക.